ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ബുള്ളറ്റ് കേവലം ഒരു ബൈക്കല്ല. പുതിയ ബുള്ളറ്റ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾക്ക് കാലം കഴിയും തോറും ആവശ്യക്കാർ ഏറുന്നതല്ലാതെ കുറയുന്നില്ല. പരസ്യ വെല്ലുവിളിയുമായി പലരും എത്തിയെങ്കിലും റോയലായി തന്നെ വാഴുകയാണ് ആനകൾ. പണ്ടുള്ളതിനേക്കാളും ബുള്ളറ്റ് നിരത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. നിരവധി പേരാണ് രാജകീയ വാഹനത്തിന് ഉടമകളായി അനുദിനം മാറുന്നത്. കേവലം ഒരു ബൈക്കാണ് ബുള്ളറ്റ് എന്ന് കരുതിയെങ്കിൽ തെറ്റി. സാധാരണ ബൈക്ക് പോലെയല്ല ബുള്ളറ്റ്. അതിന് കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ്. പുതിയ ബുള്ളറ്റിന്റെ ആയുസ് വർദ്ധിപ്പിക്കാനും യാത്ര കൂടുതൽ സുരക്ഷിതമാക്കാനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒരു ദിവസം ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിക്ക് സ്റ്റാർട്ട് മാത്രം ഉപയോഗിക്കുക. ഇത് ബാറ്ററിയുടെ ആയുസ് വർദ്ധിപ്പിക്കും. സ്റ്റാർട്ട് ചെയ്ത് 30 സെക്കൻഡ് കാത്തുനിന്ന ശേഷം മാത്രം യാത്ര തുടങ്ങുക. ആദ്യത്തെ 500 കിലോമീറ്റർ വരെ മണിക്കൂറിൽ 50 കിലോമീറ്റർ താഴെ വേഗത്തിൽ വേണം ഓടിക്കാൻ. എൻജിൻ തണുക്കാനും ക്ലിയറൻസ് ശരിയാക്കുന്നതിനും വേണ്ടിയാണിത്. അമിത വേഗം എടുത്താൽ എൻജിൻ അമിതമായി ചൂടാകും. പാർട്സുകൾക്ക് ക്രമരഹിതമായ തേയ്മാനം ഉണ്ടാവുകയും ചെയ്യും. ഓരോ മണിക്കൂർ ഇടവിട്ട് 5 മുതൽ 10 മിനിറ്റ് വരെ എൻജിന് വിശ്രമം നൽകുക. 500 കിലോമീറ്റർ വരെ ആക്സിലേറ്റർ പകുതി വരെ കൊടുക്കാവൂ. 500 മുതൽ 2000 കിലോമീറ്റർ വരെ 80 കിലോമീറ്റർ മണിക്കൂറിൽ താഴെ വേഗമാണ് കമ്പനി നിർദ്ദേശിക്കുന്നത്. ബുള്ളറ്റ് ഒരു സ്പോർട്സ് ബൈക്കല്ല എന്ന് ഓർമ്മിക്കുക. ആദ്യത്തെ 2000 കിലോമീറ്ററിന് ശേഷം പോലും ഫുൾ ആക്സിലേറ്റർ കൊടുത്ത് തുടർച്ചയായി ബുള്ളറ്റ് ഓടിക്കരുതെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ഓടിച്ചാൽ എഞ്ചിന്റെ ആയുസ് കുത്തനെ കുറയും. ബുള്ളറ്റിൻ്റേത് എയർ കൂൾഡ് എഞ്ചിനാണ്. ഓടിക്കുമ്പോൾ എഞ്ചിന്റെ ബാഹ്യഭാഗത്ത് പതിക്കുന്ന കാറ്റാണ് എഞ്ചിനെ തണുപ്പിക്കുന്നത്. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ക്ലച്ച് പിടിച്ചോ ന്യൂട്രലിലിട്ടോ വെറുതെ ആക്സിലേറ്റർ കൊടുത്ത് ഇരപ്പിക്കരുത്. എഞ്ചിനിലെ പാർട്സുകൾക്ക് അമിതമായ തേയ്മാനം അതുകൊണ്ടുണ്ടാകും. സാധാരണ ബൈക്കുകളുടേത് പോലെയല്ല ബുള്ളറ്റിന്റെ ബ്രേക്കുകൾ. പെട്ടെന്ന് വേഗം എടുക്കാത്തതുപോലെ ബ്രേക്കിട്ടാൽ പെട്ടെന്ന് ബുള്ളറ്റ് നിൽക്കില്ല. അത് മനസ്സിലാക്കി തുടക്കക്കാർ ബുള്ളറ്റ് കൈകാര്യം ചെയ്യുക. ബുള്ളറ്റ് പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഭാരം കൂടുതലായതിനാൽ നല്ല ഉറപ്പുള്ള പ്രതലത്തിൽ വേണം പാർക്ക് ചെയ്യാൻ. എക്സോസ്റ്റിലും മറ്റുമുള്ള മോഡിഫിക്കേഷൻ പുതിയ ബുള്ളറ്റിന്റെ എൻജിൻ വാറണ്ടി ഇല്ലാതാക്കുമെന്നറിയുക. 1 വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്ററാണ് കമ്പനി നൽകുന്ന വാറണ്ടി. റോയൽ എൻഫീൽഡ് ഡീലർഷിപ്പുകളുടെ വിൽക്കുന്ന കസ്റ്റമൈസേഷൻ പാർട്സ് ഉപയോഗിച്ചാൽ ഈ പ്രശ്നം ഒഴിവാക്കാം. കൃത്യമായ ഇടവേളകളിൽ ബുള്ളറ്റ് സർവീസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബുള്ളറ്റിന്റെ ബോഡിക്ക് എളുപ്പം തുരുമ്പ് പിടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മുടങ്ങാതെ കഴുകി തുടച്ച് വണ്ടി സൂക്ഷിക്കുക. കവർ ഉപയോഗിച്ച് വണ്ടി മൂടി വെക്കുന്നതാണ് കൂടുതൽ ഉത്തമം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.